അഭിജിത്ത്, വെൽക്കം ടു അവോദാസ് കരിയർ ടോക്ക്. താങ്ക് യു. ഓക്കെ, എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കും. സുഖം. അവോദയിൽ ഏത് കോഴ്സ്? നവോദയയിലെ മെയിൻ സ്റ്റാക്ക് കോഴ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോഴ്സ് ബേസിക്കലി ഓക്കെ ആയിരുന്നു. എല്ലാം ക്ലിയർ ആയിരുന്നു? സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഫുള്ളി ക്ലാസ്സിൽ? കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വന്ന് ക്ലാസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പെട്ടു, പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു? ഡയറക്ട്ലി മെന്റേഴ്സുമായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ക്ലിയർ ആവുന്നുണ്ടായിരുന്നു? ക്ലിയർ ചെയ്ത് ഓക്കെ ആയിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. പറ്റിയായിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്താ കറന്റ് ചെയ്യുന്നത്? ഞാനിപ്പം ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ഗെയിമേഴ്സ് പാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി ഇന്റേൺഷിപ്പ് ചെയ്യാണ്. ഓക്കെ ഓക്കെ. വർക്ക് ഫ്രം ഹോം ആയിട്ട്. വർക്ക് ഫ്രം ഹോം ആയിട്ട് അതെങ്ങനെയായിരുന്നു കിട്ടിയത്? നമ്മുടെ അവോദ പ്ലേസ്മെന്റിന്റെ ഹെൽപ്പോടെ തന്നെയാണ് കിട്ടിയത്. അവര് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണത്? ഓൺ ദ ബിഹാഫ് ഓഫ് ആദ്യം അവോദയിൽ നിന്ന് മെയിൽ വന്നു, ഇതെനിക്ക് ജോബ് മെയിൻ സ്റ്റാക്കിന് ഒരു വേക്കൻസി ഉണ്ട്. അങ്ങനെ അവോദ മെയിൽ അയച്ചു. ആ മെയിലിനകത്ത് നമ്മൾ ഫോം ഫില്ല് ചെയ്തു. സോ അങ്ങനെയാണ് ഗെയിമേഴ്സ് പാക്ക് ത്രൂ അവോദയാണ് ഗെയിമേഴ്സ് പാക്ക് നമ്മൾ ത്രൂ അവോദ തന്നെ കിട്ടുകയാണ് ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ? ജോബൊക്കെ എങ്ങനെയുണ്ട്? അപ്പം ഞാൻ മെയിൻ സ്റ്റാക്കിൻ്റെ ആയിട്ടാണ് ചെയ്യുന്നത്. ജോബൊക്കെ ഓക്കെയാണ്. പിന്നെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നമ്മുടെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് ആയ അവിടെ തന്നെ ജോലി. ഓക്കെ. അവോദനെ കുറിച്ച് എങ്ങനെയായിരുന്നു പറഞ്ഞേ? അവോദ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ജോബിന് കയറിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ അവള് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് വഴി കിട്ടിയതാണ്? ഇത് കണ്ടപ്പോ എന്താ തോന്നിയിരുന്നത്? ആക്ച്വലി അത് ആദ്യം നമുക്ക് നമ്മുടെ ഫീസ് നമുക്ക് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു ജോബ് കിട്ടിയില്ലെങ്കിൽ ആ പൈസ നമുക്ക് തിരിച്ചു തരുന്നത് നമുക്ക് ഉറപ്പായി. ഒരു ജോബ് നമുക്ക് എങ്ങനെയാലും സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ പുറത്ത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്ത് ഒരു വർഷം കൊണ്ടൊക്കെ ചെയ്യുന്നത് നമുക്ക് 4 മാസം കൊണ്ട് ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഫീസിൽ നമുക്ക് സെറ്റ് ആകുമ്പോൾ ആരായാലും ഇത് ചൂസ് ചെയ്യത്തുള്ളൂ. നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് പഠിക്കാനും അഫോർഡബിൾ റേറ്റ് ആണ്. നമുക്ക് പഠിക്കാനും പറ്റിയ ഒരു ജോലി കിട്ടുകയും ചെയ്തു. അതെ അതെ. ഇപ്പൊ സാറ്റിസ്ഫൈഡ് ആയോ? യെസ്, ഐ ആം സാറ്റിസ്ഫൈഡ്. ഓക്കെ ഓക്കെ. ഇപ്പൊ അവോദയിൽ ഇപ്പൊ 40-ൽ പരം കോഴ്സുകൾ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ വരാൻ പോകുന്ന സ്റ്റുഡൻസിനോടും ഇപ്പൊ പഠിക്കുന്ന സ്റ്റുഡൻസിനോടും അവോദനെ പറ്റി എന്താണ് അവയത്തിന് പറയാനുള്ളത്? ആക്ച്വലി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ഇപ്പൊ എന്ത് കാര്യത്തിലായാലും നമ്മൾ അതിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താലേ അതിന്റെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. എന്തായാലും കിട്ടും. കൺസിസ്റ്റൻസി ഹാർഡ് വർക്കിങ്ങും അതിന്റെ ഒരു പാർട്ടാണ്. അവോദ ചെയ്യുന്നത് അവോദ ചെയ്യും. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് നമ്മളും ചെയ്യണം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? എന്തായിരുന്നു പഠിച്ചത്? ഡിഗ്രി കഴിഞ്ഞത്? ഞാൻ ബികോം അണ്ടർ ഗ്രാജുവേഷൻ. ബികോം ആണ് പഠിച്ചത്. വേറെ സ്റ്റുഡൻസിനോടോ വേറെ ഫ്രണ്ട്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവോ അതെ പഠിക്കാൻ? ഞാൻ എന്നോട് ചോദിക്കുന്നവരുടെ ഞാൻ പറയുന്നുണ്ട് ഞാൻ അവോദയിലാണ് ചെയ്തതെന്ന്. അവോദയിലാണ് ചെയ്തത് പഠിക്കാൻ കോഴ്സും കാര്യങ്ങളൊക്കെ? കോഴ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അവോദയെ കുറിച്ച്. അപ്പൊ അവീത്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പൊ? യെസ്. ഓക്കെ അബീത്. അപ്പൊ അവോദയ്ക്ക് വേണ്ടി വിലപ്പെട്ട സമയം മാറ്റി വെച്ചതിന് ഒരുപാട് ഓക്കെ താങ്ക് യു. ഓക്കെ അബീത്, താങ്ക് യു.